പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടെ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം കാലവർഷക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ ബാധിച്ചിട്ടുള്ളത് അപ്പർ കുട്ടനാട് മേഖലകളിലായാണ്. തിരുവല്ല താലൂക്കിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 200ഓളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല ഗതാഗത നിയന്ത്രണങ്ങൾ നാളെ വരെ തുടരുമെന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സുജു ടി ബാബുവിലേക്ക് പോകുമ്പോൾ, സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. സുജു, എന്താണ് നിലവിൽ പത്തനംതിട്ടയിലെ മഴയുടെ അവസ്ഥ? മഴയുടെ ശക്തി പത്തനംതിട്ടയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 8 ക്യാമ്പുകൾ തുറന്ന് ഇവിടങ്ങളിൽ 200ഓളം ആളുകളാണ് താമസിക്കുന്നത്. മഴക്കെടുതി ഏറ്റവും ബാധിച്ചിരിക്കുന്ന ജില്ലയുടെ അപ്പർ കുട്ടനാടൻ മേഖല, അതായത് തിരുവല്ല താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ്. ഇരുവള്ളിപ്പുറ, ചാത്തങ്കേരി, പെരിങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ചില സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. മലയോര മേഖലയിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ രാത്രികാല ഗതാഗത നിയന്ത്രണമൊക്കെ മലയോര മേഖലയിലേക്കും ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും മഴ മാറി നിന്ന് 2 ദിവസം മാറി നിന്നാൽ അപ്പർ കുട്ടനാടൻ മേഖലയിലെ പ്രളയക്കെടുതിയിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കുന്നു തന്നെയാണ് കരുതുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് മഴയുടെ അവസ്ഥകൾ വിവരിക്കുകയായിരുന്നു സുജു ടി ബാബു.